നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപകമായ കടയടപ്പ് സമരം തിരൂരിൽ തുടങ്ങി. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള കടയടപ്പ് സമരം പ്രതിസന്ധിയിലായ വ്യാപാരികളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി. ഷുഹൈബ് രക്തസാക്ഷി ദിനം തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. നവീന ആശയങ്ങളുമായി താനൂർ നഗരസഭയുടെ പുതുമയുള്ള ബജറ്റ്. വിശദമായ വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപകമായ കടയടപ്പ് സമരം തിരൂരിൽ തുടങ്ങി. രാത്രി 8 വരെ സമരം തുടരും. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിവസമാണ് കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോട് അനുബന്ധിച്ചാണ് ഇന്ന് കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നത്. രാവിലെ മുതൽ 8 മണിവരെയാണ് സമരം. തിരൂരിലെ മിക്ക കടകളും അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങൾ ഓടുന്നതൊഴിച്ചാൽ തിരൂരിൽ പൊതുവിൽ ഹർത്താൽ പ്രതീതിയാണ് രാവിലെ മുതൽ കാണുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന യാത്ര ഇന്ന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്. കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത്. യാത്രയുടെ സമാപനത്തിൽ 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇതോടനുബന്ധിച്ചാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തുന്നത്. ഹോട്ടലുകൾ, പലചരക്ക് കടകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നതോടെ സമരം ജനത്തെ സാരമായി ബാധിക്കും. നിരവധി തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ തൊഴിലും നഷ്ടമാകും. വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് കുറയ്ക്കുക, വർദ്ധിപ്പിച്ച ലീഗൽ മെട്രോളജി ഫീസ് പിൻവലിക്കുക, അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരം നടത്തുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള കടയടപ്പ് സമരം പ്രതിസന്ധിയിലായ വ്യാപാരികളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി തിരൂർ ഏരിയ കമ്മിറ്റി പറഞ്ഞു. ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും മൂലം പ്രതിസന്ധിയിലായ വ്യാപാരികളെ വീണ്ടും നഷ്ടത്തിലാക്കാനേ കടയടപ്പ് സമരം ഉപകരിക്കൂ എന്നും കടയടപ്പ് സമരത്തിൽ നിന്നും വിട്ടുനിന്ന് കടകൾ തുറക്കണമെന്നും കേരള വ്യാപാരി വ്യവസായ സമിതി തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ജാഫർ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് സംസ്ഥാനത്തുടനീളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന കടയടപ്പ് സമരം, ഈ സമരം നാട്ടിലെ കച്ചവടക്കാരോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. ഈ സമരത്തിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇന്ന് അവർ ഏകോപന സമിതി നടത്താൻ പോകുന്നത്. വ്യാപാരി വ്യവസായി സമിതി സമാന രീതിയിലുള്ള സമരങ്ങൾ നടത്തിയതെല്ലാം കടകൾ അടച്ചല്ല, പകരം കടകൾ തുറന്ന് ഇതിന് ബന്ധപ്പെട്ട ഭാരവാഹികളാണ് പോയി പ്രതിഷേധ സമരം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സമരം ഒരിക്കലും കടകൾ അടച്ചു, മെഡിക്കൽ സ്റ്റോർ, ഹർത്താൽ, ഹോട്ടൽ മുതലായ എല്ലാ കടകളും നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരം സമരങ്ങൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. വ്യാപാരി വ്യവസായി സമിതി ഇനിയുള്ള സമയങ്ങളിൽ ഇത്തരം സമരങ്ങളെ എതിർത്ത് കടകൾ പൂർണ്ണമായി തുറക്കാനുള്ള സാഹചര്യത്തിൽ ഇറങ്ങിത്തിരിക്കും. കൂടാതെ ഇന്ന് തിരൂരിൽ പല സ്ഥലങ്ങളിൽ കടകൾക്ക് മുൻപിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില ജനങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചാണ് കടകൾ അടച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏകോപന സമിതിയുടെ ഭാരവാഹികൾക്ക് പോലും അതിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള സമരങ്ങൾ ഒരു രൂപത്തിലും അനുവദിക്കാൻ കഴിയുന്നില്ല. അത് വ്യാപാരി സമൂഹത്തോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു.
എടയന്നൂർ ഷുഹൈബ് രക്തസാക്ഷി ദിനം തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ഷുഹൈബ് രക്തസാക്ഷി ദിനം ആചരിച്ച് തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി. മണ്ഡലം പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട്, നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയൻ, അരുൺ ചെമ്പ്ര, ഖാദർ കോരങ്ങത്ത്, യൂസഫ് തറമൽ, മുസ്തഫ അടുക്കാട്ടിൽ, സുബൈർ പയ്യനങ്ങാടി എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള രജത ജൂബിലി ആഘോഷ ദിനത്തിൽ ക്ഷേമ പെൻഷൻ അപേക്ഷാ ഫോറം വിതരണവും ഗാനവസന്തം സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു. തിരൂർ ലളിത കലാസമിതി ഗ്രൗണ്ടിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ സവാക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ജൂബിലി ആഘോഷം ഒരുക്കിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൈർ പി.ടി. മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമാരി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഈശ്വർ തിരൂർ, ബദറുദ്ദീൻ പി.ടി., നരൻ ചെമ്പ്ര, മുസ്തഫ പി.എം., ലിപി ആർ തടത്തിൽ, മണി കെ.പി., വേണുഗോപാൽ കൊൽക്കത്ത, സുന്ദർ തിരൂർ, സൂരജ് ബാസുര, ടി.പി. ചന്തു മാസ്റ്റർ, കാലിദ് താനൂർ, മോഹൻജി തിരൂർ, ഖദീജ യൂനസ്, സേൽട്ടി തിരൂർ, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, യൂസഫ് താനൂർ, വി.വി. സത്യാനന്ദൻ, സോറാബി പി.ടി., റുഖിയ, ബാവ കൊടാശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനറൽ ബോഡി യോഗം ക്ഷേമ പെൻഷൻ അപേക്ഷ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്കും നൽകാൻ അവസരം വേണമെന്നും രാത്രി 10 മണിക്ക് ശേഷവും മൈക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി നൽകണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാത്രി 75-ൽ പരം കലാകാരന്മാർ പങ്കെടുത്ത ഗാനവസന്തം സംഗീത പരിപാടിക്ക് സുന്ദർ തിരൂർ, ബാബു, ലിബി തടത്തിൽ, ജാഫർ കണ്ണന്തളി, ഗോപു വെളിയമ്പാട്ട്, ഹംസലയം, പ്രശാന്ത്, സനിക മാനാത്ത്, ഇന്ദിര വേണുഗോപാൽ, റസാഖ്, ഹനീഫ പി.കെ., സുധീഷ്, ദാവൂദ് ടി.കെ., അമൽ, കൃഷ്ണൻകുട്ടി, ഫാത്തിമ, റീന, ഫൈസൽ പൊന്മുണ്ടം, വിജയൻ താനൂർ, വിക്രമൻ പി.സി. തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. നവീന ആശയങ്ങളുമായി താനൂർ നഗരസഭയുടെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സി.കെ. സുബൈദ അവതരിപ്പിച്ചു. കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മത്സ്യബന്ധനത്തിനും ടൂറിസത്തിനും ഊന്നൽ നൽകുന്ന ബജറ്റിൽ 118,15,26,897 രൂപ വരവും 112,17,65,600 രൂപ ചെലവും 5,97,61,297 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന താനൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. റോഡ് നിർമ്മാണത്തിന് 5,19,00,000 രൂപയും PMAY അർബൻ ലൈഫ് പാർപ്പിട പദ്ധതിക്ക് 29,03,06,000 രൂപയും നീക്കിവച്ചു. കാർഷിക മേഖലയ്ക്ക് 3,71,03,000 രൂപയാണ് വകയിരുത്തിയത്. മൃഗസംരക്ഷണത്തിന് 13,50,000 രൂപയും മത്സ്യബന്ധന മേഖലയ്ക്ക് 30 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. അങ്കണവാടികൾക്ക് 1.5 കോടിയുടെ പദ്ധതിയുമുണ്ട്. വെട്ടം ന്യൂസ് താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.